അസ്സലാമു അലൈക്കും മുത്തുമണീസ്. തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ എങ്ങനെ കുറുകിയ ഒരു കടലക്കറി ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് കടല കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പാടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു കടലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷം വേറൊരു ചട്ടിയിൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് നന്നായിട്ട് പൊട്ടിക്കുക. ഇവിടെ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടില്ല ചെറിയുള്ളിയാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ നമ്മളെ ആ ഒരു ചെറിയുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ഇച്ചിരി വേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായി മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ഇച്ചിരി പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പെരിഞ്ജീരകം പൊടിച്ചതാണെങ്കിലും യൂസ് ആക്കി കൊടുക്കുക. അപ്പോൾ ഓപ്ഷണലാണ്. പൊടിയാണെങ്കിലും ജീരകമാണെങ്കിലും ഓക്കെയാണ്. ഒരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക നമ്മൾ ആ ഉള്ളിയൊക്കെ. അതിനുശേഷം പിന്നെ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ആഡാക്കി കൊടുക്കുന്നത്. 1 സ്പൂണ് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് വളരെ സിമ്മിലിട്ട് കൊടുക്കണം, പൊടികൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവസാനമായിട്ട് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അമ്പാടെ ഇട്ട് കൊടുത്ത് തീ ഇച്ചിരി ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടില്ല ഇച്ചിരി ഉപ്പും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അത് മിക്സാക്കി കൊടുക്കുക. അവസാനമായിട്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി പേസ്റ്റാണ്. തക്കാളി അരച്ചെടുത്തതാണ്. നന്നായിട്ട് പേസ്റ്റാക്കി അതും പാടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മൾ ആ ഒരു മസാലക്കട റെഡിയായി. നമ്മൾ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് നേരം അങ്ങനെ തിളച്ച് ആ ഒരു പൊടികളും നമ്മളെ കടലൊക്കെ നന്നായിട്ട് മിക്സാക്കി വന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് തീ ഓഫാക്കി വെക്കാം. ഇപ്പം നമ്മൾ അടിപൊളി കടലക്കറി, നല്ല കുറുകിയ ചാറോടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും അസ്സലാമു അലൈക്കും.